ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വമ്പൻ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 11,558 ഒഴിവുകളിലേക്ക് റെയിൽവേയുടെ റിക്രൂട്ട്മെന്റാണ് നടക്കുന്നത്. +2 ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ ഏതൊക്കെ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്, അതുപോലെ ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം, ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി, യോഗ്യത, അതുപോലെ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ ടിക്കറ്റ് ക്ലർക്ക്, ഗുഡ്സ് ട്രെയിൻ മാനേജർ, സ്റ്റേഷൻ മാസ്റ്റർ, അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഏതൊക്കെ തസ്തികകളിൽ എത്ര ഒഴിവുകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ആകെ 11,558 ഒഴിവുകളാണുള്ളത്. അതിൽ NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിൽ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 361 ഒഴിവുകൾ, ടിക്കറ്റ് ക്ലർക്ക് 2022 ഒഴിവുകൾ, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 990 ഒഴിവുകൾ, ട്രെയിൻസ് ക്ലർക്ക് 72 ഒഴിവുകൾ. അടുത്തത് NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ 3,144 ഒഴിവുകൾ, സ്റ്റേഷൻ മാസ്റ്റർ 994 ഒഴിവുകൾ, ചീഫ് കമ്മീഷൻ കം ടിക്കറ്റ് സൂപ്പർവൈസർ 1,736 ഒഴിവുകൾ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് 1,507 ഒഴിവുകൾ, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് 732 ഒഴിവുകൾ എന്നിങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം. 29,200 രൂപ മുതൽ 35,400 രൂപ വരെയാണ് ഈ ഒരു ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പളം. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ, ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. സ്റ്റേഷൻ മാസ്റ്റർ, ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഗുഡ്സ് ട്രെയിൻ മാനേജർ, ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ്, ഇതിലും ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ടൈപ്പിംഗ് അറിവുള്ളവരായിരിക്കണം. അടുത്തത് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഡിഗ്രി കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ടൈപ്പിംഗ് അറിവുണ്ടായിരിക്കണം. കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് +2 അല്ലെങ്കിൽ തത്തുല്യം. അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് +2 ഓർ തത്തുല്യം. ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് +2 ഓർ തത്തുല്യം. ട്രെയിൻസ് ക്ലർക്ക് +2 ഓർ തത്തുല്യം. ഈ ഒരു യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. റെയിൽവേ റിക്രൂട്ട്മെന്റിന്റെ വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. ജനറൽ, EWS, OBC എന്നിവർക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC, ST, വനിതകൾ ഇവർക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേന ഓൺലൈൻ അപേക്ഷകൾ നൽകാൻ കഴിയുന്നതാണ്. അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ 31 വരെയാണ്. അപ്പോൾ യോഗ്യതയുള്ള ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒക്ടോബർ 31-നുള്ളിലായിട്ട് ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക. അപേക്ഷകൾ അയക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷകൾ അയക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.